എൻ്റെ അമ്മയുടെ ഞാൻ ദീപാസ് പണിക്കർ ഞാനിവിടെ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യുന്ന ഈ കള്ളരെ കുറിച്ചാണ് പറയുന്നത്. ഇവന്മാർ ഭയങ്കര കള്ളരാണ്. അപ്പോൾ ഈ രാജമ്മ എന്ന് പറയുന്ന പെരുങ്കള്ളി, ഇതുപോലൊരു പെരുങ്കള്ളി വേറെയില്ല. അവളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ദൈവമേ, അവൾക്കില്ലാത്ത അസുഖങ്ങളില്ല. മുടി മുതൽ കാലിൻ്റെ നഖം വരെ അവൾക്ക് അസുഖമാണ്. നിങ്ങളെല്ലാം അന്വേഷിച്ചോ? തലച്ചോറിന് അസുഖം, നട്ടലിന് അസുഖം, പിന്നെ പെടലി ഞരമ്പിന് അസുഖം, ഹെർണിയ, പിന്നെന്താണ് അവൾക്ക് വാമവാദം, പിന്നെ യൂറിക് ആസിഡ്, പിന്നെന്താണ് അവൾക്കുള്ളത്, പിന്നെ സ്ട്രോക്ക്, ഷുഗറ്, പിന്നെ പ്രഷറ്, കൊളസ്ട്രോള്, പിന്നെന്ന് വേണ്ട അവൾക്കില്ലാത്ത ഒരു മാസം തന്നെ അവൾക്ക് നല്ല ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. എന്തായാലും ഒരു എമൗണ്ട് അതിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുക, ഇങ്ങനെ നട്ടെല്ലിന് കുഴപ്പം, പിന്നെ എന്തൊക്കെയാണോ ദൈവമേ ഇല്ലാത്ത കണ്ണ് വലിയ കണ്ണിന് കുഴപ്പം, പിന്നെന്തോ ഇതിനാ കുഴപ്പം അവൾക്ക്. പല്ല് എല്ലാം ഫുള്ളെടുത്ത് വെച്ചിരിക്കുക. അപ്പം അതിനൊക്കെ കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ കളിച്ചാണ്, വോളിബോൾ കളിച്ച് പല്ല് പോയെന്നാണ് പറഞ്ഞത്. പിന്നെന്തൊക്കെയാണോ അങ്ങനെ. അതുപോലെ ഈ മുന്നിൽ പല്ലില്ലാത്തവരെയൊക്കെ ശ്രദ്ധിച്ചോണം. ഇവളുമാരൊക്കെ ലൂട്ടേഴ്സായിരിക്കും. ഇവളുമാരെയൊന്നും കല്യാണം കഴിക്കുകയേ ചെയ്യരുത്. ഒരു സ്റ്റഡീസിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്, മുൻവശത്തെ പല്ലിന് ക്ഷതമുള്ളവരെയും ക്ഷതമുള്ളവന്മാരെയും കല്യാണം കഴിച്ച പാർട്ട്ണർ അധികം നാൾ ജീവിച്ചിരിക്കത്തില്ലെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുമാരെ നമ്പർ 1 ലൂട്ടർ ഇവളുമാർ കൊല്ലും. അതാണ് മുൻ പല്ലിന് ക്ഷതമുള്ളത് എന്ന് വെച്ചാൽ ഇവളുമാർ ലൂട്ടേഴ്സാണ്. ഓൾറെഡി ഈ പല്ലിന് ക്ഷതം വന്നെന്ന് പറഞ്ഞുകൊണ്ട് ലൂട്ട് ചെയ്തതാണ്. ഇവളുമാർ ഏറ്റവും നമ്പർ 1 കള്ളിയാണ്. ഇവളുമാർ ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകും. അതാണ് ഈ സ്റ്റഡീസൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ സ്റ്റഡീസൊക്കെ ഈ കള്ളരെക്കുറിച്ചൊക്കെ പഠിച്ചാണ്, ചുമ്മാതെ പറയുന്നതല്ലേ ഈ എക്സ്പ്രഷൻസിനെ കുറിച്ചൊക്കെ. ഇവരൊക്കെ സയൻറ്റിഫിക്കലി ഒരാളിനെയും 1000 ആൾക്കാരെ 1000, 10,000, ലക്ഷക്കണക്കിന് ആൾക്കാരെ സ്റ്റഡി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലക്ഷണശാസ്ത്രവും എല്ലാ ശാസ്ത്രങ്ങളും ഉരുതിരിഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? ചുമ്മാ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഇവളുമാരെ ഈ കണ്ണി നോക്കാത്തവരെ ഇതാക്കണം ഇതെല്ലാം പറയുന്നത്. ചുമ്മാ അല്ല. ഇങ്ങനെ ഇതുപോലെ ടെൻഷൻ ടിക്സ്, മറ്റേത് മറിച്ചത് എല്ലാം ഇങ്ങനെ സ്റ്റഡീസിൻ്റെ ഇതായിട്ടാണ്. മനസ്സിലായോ? ഈ കള്ളറെക്കുറിച്ചുള്ള സ്റ്റഡീസിൻ്റെ, എന്നെ കണ്ടാൽ കിണ്ണം കട്ടവനെ പോലുണ്ടോ, അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥയുണ്ട്. അപ്പോൾ ഈ കള്ളർക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ്, എന്നെ കണ്ടാൽ പിടിക്കപ്പെടും, എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഇവർക്ക് വായിക്കാൻ പറ്റുമെന്നുള്ളത് സത്യമാണ്. അവരുടെ ബിഹേവിയർ അങ്ങനെയാണ്. അപ്പം ഈ കിണ്ണം ഒരുത്തൻ കട്ടൊരിക്കൽ, എന്നിട്ട് ഈ ഷർട്ടിൻ്റെ ബനിയൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണ്, എന്ന് വെച്ചാൽ അവൻ്റെ ഉടുപ്പിൻ്റെ അടിയിൽ വയറിൻ്റെ ഭാഗത്ത്. അപ്പം എന്നിട്ട് ഇവനറിയാലോ ഇവൻ കിണ്ണം കട്ടുന്നു. ബാക്കിയുള്ളവർ കണ്ടോ ഇവൻ കിണ്ണം കട്ടുന്നു? കട്ടിൽ കണ്ടതൊന്നും ഇവൻ കക്കുന്ന ഒന്നും കണ്ടില്ല, ഒന്നും അറിയത്തില്ല. അപ്പം ഇവൻ തന്നെ അങ്ങ് ആരോടോ ചോദിക്കുക, എന്നെ കണ്ടാലേ കിണ്ണം കട്ട പോലുണ്ടോ, എന്നെ കണ്ടാലേ കിണ്ണം കട്ട പോലുണ്ടോ? അപ്പം ഇതുപോലാണ് ഇവന്മാർ ഈ കള്ളർ. മനസ്സിലായോ? അപ്പോൾ ഈ കള്ളനിൽ അവിടെ നിന്ന് വിളിച്ച് പറയുന്ന അവൻ യഥാർത്ഥങ്ങളാണ് വിളിച്ച് പറയുന്നത്. ഇവിടെ നടക്കുന്നതെല്ലാം അവൻ വിളിച്ച് പറയാം. അല്ല, ഇവനെ അഫക്റ്റ് ചെയ്യേണ്ട കാര്യം എന്തുവാ? ഇവനെ ഞാൻ ലേസർ അടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവനെ അഫക്റ്റ് ചെയ്യുന്നു. ഇവനെ എവിടെ മോന്തക്കോട്ടെ ഏതാണ്ട് അടിക്കുന്നതെന്ന് പറയുന്നു. ഇവള് തേച്ച് വെച്ചിരിക്കുന്ന കണ്ടില്ല. അപ്പോൾ ഇവളുമാർക്ക് അടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലയോ? ഇങ്ങനെ വിഷവാതം അടിക്കാൻ ഇവളെന്താണ് തേച്ച് വെച്ചിരിക്കുന്നത്? 52 വയസ്സായി തേച്ച് വെച്ചിരിക്കുന്നത് എന്താണ്? ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. ഇവൻ പറയുന്ന എല്ലാം ഇവൻ്റെ ഫുൾ കള്ളത്തരങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഈ പാറ്റേൺ എന്ന് പറയുന്നത്. ഇവൻ കള്ളൻ, ഇവൻ ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ലേസർ അടിച്ചാൽ ഇവൻ സൗന്ദര്യം പോടി. ഇപ്പോൾ സൗന്ദര്യം പോവും. അതുകൊണ്ട് എന്താണ് ഈ 52 വയസ്സായില്ലോടി? എന്താണ് 52 വയസ്സായുള്ളവർക്കല്ല സൗന്ദര്യം പോയി വല്യമ്മയായോ? ഏടാ ഇനി ഇവന് 90, ഇവൻ എത്രയോ വയസ്സുണ്ട്, 90 കൂടുതൽ ഏതാണ്ടുണ്ട്. പക്ഷെ ഇവൻ്റെ മുഖം ഒന്നും ഒരിക്കലും തൂങ്ങിയില്ല, പറഞ്ഞുമില്ല. ഇവന് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ മാസ്കും വെച്ച് 550 പ്രാവശ്യം ഷാപ്പിൽ കയറും ഒരു ദിവസം. അവനൊരു ലിവർ ഡിസീസും ഇല്ല. നല്ല കുഴഞ്ഞാണ് സംസാരിക്കുന്നത്. നാക്കവന് തിരിയത്തില്ല. ചിലത് പിടിക്കുന്ന പിന്നെ കേട്ടിട്ടില്ലേ, പട്ടി അവന് മുതുപ്രാന്തായിട്ട് നടക്കുക. എൻ്റെ വിളിയൊക്കെ കേട്ടിട്ടില്ലയോ? അപ്പോൾ ഇവനെ പ്രാന്താണ്. അപ്പം ഇവൻ്റെ ആ ബിഹേവിയർ തന്നെ അറിയാം. ഇവന് ലിവർ ഡിസീസ് വരേണ്ട ലിവറിന് ഡിസീസ് വരാനാണെങ്കിൽ വരേണ്ട സമയമൊക്കെ എന്നേ കഴിഞ്ഞു. എന്തോ ലിവറിൻ്റെ ഫങ്ഷനാണ് എന്താണ്, നമ്മുടെ ആൽക്കഹോളിനെ ഇതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വാട്ടറും ഇതുമായിട്ടൊക്കെ മാറ്റേണ്ട ഫങ്ഷൻസാണ് നമ്മുടെ ലിവറിന്. അതിൻ്റെ ഫങ്ഷൻ, അതിനുള്ള കരുത്തതിനുണ്ട്. അല്ലാതെ അതൊക്കെ അങ്ങനെ ഇച്ചിരി ചാരായം ചെല്ലുമ്പോഴത്തേനും അതങ്ങ് ബ്രേക്ക് ഡൗണും ഒന്നും ആവത്തില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശരി, ഞാൻ ഇവിടാണ്. എനിക്ക് ജോലിയുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കാം. എൻ്റെ അമ്മയ്ക്കാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. നല്ല കണ്ടവൻ്റെ അടുക്കള എൻ്റെ അടുക്കള, ഞങ്ങളുടെ ബാത്റൂമിനകത്തോട്ട് പോയാൽ ഞങ്ങൾ അതുവഴി എങ്ങാണ്ട് പോയെന്ന്. ഈ കണിയാൻ്റെ വീട്ടിൽ ആര് പോകും? ഈ ഒരു കെട്ട കണിയാൻ എൻ്റെ നമ്മൾ പിടിച്ചിടുന്നില്ല. ഇവൻ ആര് എങ്ങാണ്ടൂന്ന് കയറി വന്ന ആ സൽപ്പകവല്ലിയുടെ വീട്ടിൽ എങ്ങാണ്ടൂന്ന് വന്ന ഒരു തെണ്ടി. ഇവനെ ആരിതാക്കുന്നത്? നമ്മുടെ വീട്ടിൽ പിടിച്ചു വെച്ചു ഇവനെ എങ്ങാണ്ട് കെട്ട പട്ടി.